ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയുള്ള വീഡിയോ ആണ് ഇടുന്നത്. നെയ്ച്ചോറ് നമ്മൾ വെള്ളവും അരിയൊക്കെ കറക്റ്റായെങ്കിൽ മാത്രമേ നെയ്ച്ചോറ് അതുപോലെ വെന്ത് നല്ല പാകമായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുത്തത് 5 മിനിറ്റ് കൊണ്ട് എന്നുള്ളത് കാണിച്ചു തരികയാണ്. അധികം ആൾക്കും അറിയാൻ മതിയാവും, ചിലരൊക്കെ കുക്കറിലേക്ക് ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ അടുപ്പിൻ്റെ മുകളിൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോ അരി കൊള്ളുന്ന ഒരു ഉരുളിയാണ്. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒഴിക്കുക. അതിലേക്ക് ഞാൻ ഒരു ചെറിയ പട്ടയും ഏലക്കായയും ഗ്രാമ്പൂ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 വെളുത്തുള്ളി കുത്തി അത് ഇട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ കുത്തിയിടുന്നത് നല്ലതാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അധികം കരിഞ്ഞു പോവാതെ തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ കയം അരിക്കൊക്കെ ആണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. ഇത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. ഞാനിവിടെ കോലരിയാണ് വെക്കുന്നത്. അപ്പോൾ കോലരിക്ക് അത്യാവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ, കോലരി ആണെങ്കിൽ. അങ്ങനെ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കഴുകി വെച്ച ഈ കോലരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോലരി ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇളക്കിയുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ അടുപ്പ് തുറന്ന ശേഷം ഇതുപോലെ വെള്ളമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റി വരണം. അങ്ങനെയാണ് നമ്മളിത് ഇറക്കി വെക്കുക കേട്ടോ. അതൊന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അതൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഇതിന് നമുക്ക് ഇറക്കി പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ തീ ഓഫ് ചെയ്യുകയോ എന്തോ ചെയ്യണം. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ കനലൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഇത് അടച്ച് വെക്കുന്നത് കേട്ടോ. അങ്ങനെ തീ ഓഫ് ചെയ്തു. ഇനി അതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് നന്നായിട്ട് അരിഞ്ഞ് വെച്ചതായിരുന്നു. അത് ആദ്യമേ ചോറിലിട്ടാൽ ചോറിന് ചുമന്ന കളറായി പോകും. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ദമ്മ് ചെയ്ത് വെക്കാൻ പോകുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മിൽമൻ്റെ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 1/2 kg ഉണ്ടെങ്കിൽ 1/2 kg ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകിൽ കണ്ണിലിട്ട് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരമുള്ള സാധനം വെക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. ഇനി അത് ഏകദേശം വെന്തുണ്ടാവും. അതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. അങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവും ഇതൊക്കെ റെഡിയാക്കി വെക്കുക. അല്ലാതെ പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോട്ട് അരിയൊക്കെ ഇട്ടാലും ചോറ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങളും വേവിച്ചെടുക്കുക. അങ്ങനെ ഇനി പുതിയ വീഡിയോവുമായി ഞാൻ ഇനിയും വരാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഉണ്ടാവണം. ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ബായ്.